വാർത്തയിലേക്ക്. കൊല്ലങ്കോട് ഉപജില്ലാ സ്കൂൾ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, IT പ്രവൃത്തി പരിചയ മേളകൾക്ക് പനങ്ങാട്ടിരി RPM ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. കൊല്ലങ്കോട് ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 5000-ഓളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. ബുധനാഴ്ച ഗണിതശാസ്ത്രമേള, സാമൂഹ്യശാസ്ത്രമേള, IT മേള എന്നിവയാണ് നടത്തിയത്. വ്യാഴാഴ്ച പ്രവൃത്തി പരിചയമേളയും വെള്ളിയാഴ്ച ശാസ്ത്രമേളയും നടക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C. ലീലാമണി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കൊല്ലങ്കോട് ഉപജില്ലയിലെ 80ഓളം സ്കൂളുകളും അതുപോലെ തന്നെ 5000-ഓളം കുട്ടികളും പങ്കെടുക്കുന്ന ഈ ശാസ്ത്രമേള അതിഗംഭീരമായിട്ടാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. 8 വർഷം മുമ്പാണ് നമ്മൾ ഒരു ശാസ്ത്രമേള ഇവിടെ പരിപാടി നടന്നത്. അതിനുശേഷം 2025 ഒക്ടോബർ 8, 9, 10 തീയതികളിലായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. കുട്ടികളുടെ ഒരു ഉത്സവമാണ് എന്നാണ് നമ്മൾക്ക് തന്നെ ഇവിടെ വന്നാൽ കാണാൻ കഴിയുന്നത്. കുട്ടികളുടെ ശാസ്ത്രബോധം എങ്ങനെ വളർത്താം എന്നുള്ളൊരു തീരുമാനം നമ്മുടെ കേരള സർക്കാർ എടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കുട്ടികൾ പഠിക്കുന്നതോടൊപ്പം തന്നെ അവരെ ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. എലവഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. മണികണ്ഠൻ അധ്യക്ഷനായി. AEO D. സൗന്ദര്യ ശാസ്ത്രോത്സവ സന്ദേശം നൽകുകയും ട്രോഫി ഏറ്റുവാങ്ങൽ നിർവഹിക്കുകയും ചെയ്തു. K. കുട്ടിക്കൃഷ്ണൻ, A. രാജൻ, R. ഉഷാദേവി, V. രവീന്ദ്രൻ, N. ഭാസ്കരൻ, N. ഉണ്ണികൃഷ്ണപിള്ള, D. ദിരേശ് എന്നിവർ പ്രസംഗിച്ചു. വെള്ളിയാഴ്ച നടത്തുന്ന സമാപന സമ്മേളനം K. ബാബു MLA ഉദ്ഘാടനം ചെയ്യും. കൊല്ലങ്കോട് ഉപജില്ല ഗണിതശാസ്ത്ര, സാമൂഹ്യ ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് 3 ദിവസവും ഭക്ഷണമായി നൽകുന്നത് ചിക്കൻ ബിരിയാണിയാണ്. ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ B. അനന്തകൃഷ്ണൻ ഭക്ഷണ വിതരണോദ്ഘാടനം നിർവഹിച്ചു. 5000-ലധികം കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും എക്സ്പെർട്ട് ടീച്ചേഴ്സുമാണ് പങ്കെടുക്കുന്നത്. ഇവർക്കുള്ള ഭക്ഷണം വിവിധ മേളകളായതുകൊണ്ട് തന്നെ, ശാസ്ത്രോത്സവം ആയതുകൊണ്ട് തന്നെ ക്ലാസ്സിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 3 ദിവസവും കണ്ടെയ്നറിലാക്കി ചിക്കൻ ബിരിയാണിയാണ് വിതരണം നടത്തുന്നത്. കൂടെ ഒരു ജിലേബി കൂടെ കൊടുക്കുന്നുണ്ട്. ഭക്ഷണ ഹാളിൽ എല്ലാ ദിവസവും ചുക്ക് കാപ്പിയും മിൻറ്റ് ലൈമും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. കൂടെ പഴമുണ്ട്. ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ 3 ദിവസം കൊണ്ടുപോകാനാണ് ഭക്ഷണ കമ്മിറ്റിയുടെ, അതുപോലെ തന്നെ പ്രിൻസിപ്പലിൻ്റെയും HMന്റെയും മാനേജ്മെൻറ്റിൻ്റെയും ഭക്ഷണ കമ്മിറ്റി കൺവീനറും ഇത് ഏറ്റെടുത്തിട്ടുള്ള KSTA സംഘടനയും തീരുമാനിച്ചിട്ടുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.